അതെ, ഇന്ന് മനോഹരമായ മാച്ച് നടക്കുകയാണ്. ലോകകപ്പ് നോക്കൗട്ട്. ഒരു പിഴവ് പോലും വീട്ടിലേക്കുള്ള ടിക്കറ്റാകും എന്ന് നമുക്കറിയാലോ. ഇന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളിലും ബ്രസീൽ, നോർവേ മത്സരമായിരിക്കും. തീർച്ചയായും അത് തന്നെയായിരിക്കും ഇന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും. ബ്രസീൽ 5 തവണ ലോക ചാമ്പ്യന്മാരാണ്. പക്ഷേ ഇത്തവണത്തെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ജപ്പാനെതിരെ അവസാന നിമിഷം വരെ പോരാടിയാണ് അവർ റൗണ്ട് ഓഫ് 16 എത്തിയത്. തീർച്ചയായും നമ്മൾ അത് ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും അപകടകാരിയായ ടീമുകളിലൊന്നായ നോർവേയാണ്. ഹാളണ്ടിലൂടെ മുന്നേറുന്ന നോർവേയെ ബ്രസീൽ തീർച്ചയായും ഭയക്കേണ്ടിയിരിക്കുന്നു. മറുവശത്ത് നോർവേയുടെ പ്രതീക്ഷയുടെ പേര് ഏർലിംഗ് ഹാലൻഡാണെന്ന് നമുക്കറിയാം. ടൂർണമെൻറ്റിൽ ഗോളുകളിൽ മഴ പെയ്യിക്കുന്ന ഹാലൻഡിനെ തടയുക എന്നതാണ് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതിന് മറുപടിയായി വിനീഷ്യസ് ജൂനിയർ, നെയ്മർ, ബ്രൂണോ ഗിമാരൈസ് എന്നിവരുടെ മികവിൽ ആക്രമണം തീർക്കാനാണ് കാർലോ ആൻസലോട്ടിയുടെ പദ്ധതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാർലോ ആൻസലോട്ടി കുറച്ച് മുന്നേ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നെയ്മർ 90 മിനിറ്റും കളിക്കാൻ പ്രാപ്തനാണ് എന്നുള്ള വിഷയം. റാഫിനിയയുടെ ബെഞ്ചിൽ നിന്ന് സഹായിക്കാൻ തയ്യാറായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകകപ്പിൽ ബ്രസീൽ നോർവേയെ ഇതുവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ചരിത്രം തിരുത്താനാണ് സെലസാവോ ഇന്നിറങ്ങുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതേസമയം ലോകത്തെ ഞെട്ടിച്ച് ക്വാർട്ടറിലേക്ക് കടക്കാനാണ് നോർവേയുടെ ലക്ഷ്യം. 2016 യൂറോ കപ്പിൽ വെയിൽസ് സെമി വരെ എത്തിയതുപോലെയാണ് ഈ വർഷം നോർവേയെ പല ടീമുകളും ഉപമിക്കുന്നത്. നോർവേ സെമി വരെ എത്താൻ സാഹചര്യമുണ്ട് എന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് കാണാൻ പോകുന്നത് ഒരു സാധാരണ മത്സരമല്ലെന്ന് നമുക്ക് വ്യക്തമാവുന്നത്. വിനീഷ്യസ് ജൂനിയറിനെതിരെ ഹാളണ്ട്, അതുപോലെ തന്നെ സാമ്പ ഫുട്ബോൾ നേരെ വൈക്കിംഗ് പോരാട്ടം, ഒരു സൂപ്പർ നോക്കൗട്ട് രാത്രിയായിരിക്കും ഇന്ന് നമുക്ക് സമ്മാനിക്കുക. തീർച്ചയായും ബ്രസീൽ ജയിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ലോക ചാമ്പ്യന്മാരായി 5 തവണ കിരീടമുയർത്തിയ ബ്രസീൽ ഈ വർഷം ക്വാർട്ടറിലേക്ക് കടക്കുമോ, അതല്ല നോർവേയുടെ പടിക്കൽ ബ്രസീൽ വീഴുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. Thank you for watching and subscribe.